എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി ലൈഫ് വിഷൻ ടോക്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാൻ GK കുമ്പക്കാരൻ. നമുക്ക് ഈ ആഴ്ച നടന്ന ചില അന്താരാഷ്ട്ര കാര്യങ്ങളും നമ്മുടെ കൊച്ചു കേരളത്തിലെ കാര്യങ്ങളെ കുറിച്ച് ഒന്ന് നോക്കാം. ആദ്യം നമുക്ക് അന്താരാഷ്ട്രത്തിലേക്ക് ഒന്ന് കിടക്കാം. പാവം ഈ അമേരിക്കയെ ജനതയ്ക്കുണ്ടായ ഗതികേട് ഭയങ്കര ദുഃഖമാണ്. അദ്ദേഹം അവിടെ ഭരിക്കുന്ന പ്രസിഡന്റ് ഏതാണ്ട് വട്ട് കേസാണ്, ഏതാണ്ട് മൂത്ത വട്ടിലാണ്. കാരണം ഇപ്പോൾ അമേരിക്കൻ നീതിന്യായത്തെ കൂടെ ഈ ട്രംപ് അണ്ണൻ വിമർശിക്കുകയാണ്. കാരണം ഇങ്ങനെ രാത്രി ഒന്ന് പറയും, പകൽ മറ്റൊന്ന് പറയും, ഈവനിങ് വേർ, ഇങ്ങനെ മാറി 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 ഇങ്ങോട്ട് പോകും. ഇതിൽ പട്ടുപോണത് പാപം ഇങ്ങനെ പിന്താങ്ങുകയും ഇങ്ങനെ ചെയ്തതെല്ലാം നല്ല കാര്യങ്ങളെന്ന് പറഞ്ഞ് ആരെങ്കിലും ഏതെങ്കിലും രാജ്യത്തെ ഭരണാധികാരികൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടുപോണ അവരാണ്. അത് തന്നെയാണ് ഇപ്പോൾ നമ്മുടെ കേരളത്തിലും ഇന്ത്യയിലും നടക്കുന്നത്. പാവം ഇപ്പോൾ മോദി ഗവൺമെൻറ് ആകെ ബുദ്ധിമുട്ടിലാണ്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളുടെ വ്യക്തത വേണമെന്ന് ഈ പ്രതിപക്ഷ നേതാവ് പറയുമെങ്കിലും ഈ പ്രതിപക്ഷ നേതാവിനെ ഒതുക്കുക എന്നുള്ളൊരിതുമായിട്ട് ഈ പാർലമെൻറ്റിൽ കിടന്ന ഭരണപക്ഷ അംഗങ്ങൾ പല തരികിടെയും കാണിക്കാറുണ്ട്. നമ്മൾ കാണാറുള്ളതാണ്. അത് സാധാരണ നടന്നുകൊണ്ട് തന്നെ ഇരിക്കുന്നു. അതായത് മോദി ഈ ധരിക്കുന്നത് ചെയ്യുന്ന ഒരുപക്ഷെ അങ്ങനെ നല്ല കാര്യങ്ങളെന്ന് കരുതിയായിരിക്കും ചെയ്യുന്നത്. ചിലപ്പോൾ പിഴയ്ക്കും. അതിപ്പോൾ എപ്പോഴും അങ്ങനെയാണ്. ഇപ്പോൾ പ്രതിപക്ഷം ആരോപണങ്ങൾ ഉന്നയിക്കും, ചിലപ്പോൾ ആ ആരോപണങ്ങൾ ചിലപ്പോൾ കഴമ്പില്ലാത്ത രീതിയിലായിരിക്കും. ഈ ഭരണപക്ഷവും പ്രതിപക്ഷം ഇത് സാധാരണ നടത്തുന്ന ഒരു സംഭവമാണ്. പക്ഷേ എങ്കിൽ ഇതിൻ്റെ സത്യം അറിയേണ്ട ഒരു ആവശ്യം ജനങ്ങൾക്കുണ്ട്. യഥാർത്ഥത്തിൽ ആ സത്യങ്ങൾ ശരിക്കും അറിയാനുള്ള സാഹചര്യം ഇന്ത്യയിൽ ഉണ്ടാക്കിയിട്ടില്ല. അതാണ് അതിൻ്റെ കറക്റ്റ്. രണ്ടാമത്, അമേരിക്കയും ഇറാനും തമ്മിലുള്ള ആ ഒരു സംഘർഷം ഇപ്പോൾ തട്ടും ഇപ്പോൾ പൊട്ടും. എന്തായാലും ഒരു പൊട്ടലെന്തെങ്കിലും ഉണ്ടാകണം, ഉണ്ടായേ നടക്കുള്ളൂ. ഇല്ലെങ്കിൽ അതിന് ആരും ഇവിടെ ഒരാൾ ജയിക്കണം, ഒരാൾ തോക്കണം, അത് സംഭവിക്കും. പക്ഷെ എപ്പോഴാണെന്ന് മാത്രം നമ്മൾ കരുതിയിരിക്കണം. അത് ഉടൻ തന്നെ ആകുമെന്ന് പലരും പറയുന്നു. അല്ലെങ്കിൽ ഒന്നാകിൽ ഇവരെല്ലാം തിരിച്ചു പോകും. പത്രം എടുത്താൽ സത്യസന്ധമായ വാർത്തകൾ പത്രക്കാർക്കും കൊടുക്കാൻ വയ്യാത്ത അവസ്ഥയാണ്. കാരണം അവർക്ക് തന്നെ അറിയില്ല ഇന്ന് പറയുന്ന വാർത്ത ഇതിന് ഘടകവിരുദ്ധമായിട്ടായിരിക്കും നാളത്തെ വാർത്തകൾ വരുന്നത്. സോ ലോകത്തിൻ്റെ ഇന്നത്തെ രീതി വളരെ ഭയാനകമാണ്, മോശമായ ഒരവസ്ഥയാണ്, സുരക്ഷിതമല്ലാത്തതെന്നാണ്. അപ്പോൾ എവിടെ എന്ത് യുദ്ധം പുറപ്പെട്ടാലും അതിൻ്റെ ഒരു ഭാഗം ബുദ്ധിമുട്ടുകൾ കേരളത്തിനുണ്ടാകും. കാരണം നമ്മുടെ ഒത്തിരി ആൾക്കാർ പുറത്തുണ്ട്. ഇത് കൂടുതൽ വിശദീകരിക്കാൻ ഒത്തിരി സമയം പോയി. ഇനി നമുക്ക് കൊച്ചു കേരളത്തിലേക്ക് കിടക്കാം. വലിയ കഷ്ടമായിപ്പോയി. അമൃത ഹോസ്പിറ്റലിൽ ഡോക്ടർമാർ കാണിച്ച ഇത്തിരി ബുദ്ധിമുട്ടായിപ്പോയി. കാരണം ഒരു സ്ത്രീയുടെ അവയവത്തിനുള്ളിൽ നിന്ന് കത്രികൾ കണ്ടെടുത്തു. അത് പ്രശ്നമായി. അങ്ങനെ ഈ നമ്മുടെ കപ്പൽ ഒരിക്കലും ഉലയില്ല എന്ന് സത്യപ്രതിജ്ഞ സമയത്ത് വിളിച്ചു പറഞ്ഞ മന്ത്രി പാടിക്കൊണ്ടിപ്പോൾ മന്ത്രിയുടെ കപ്പൽ പൊട്ടിരിക്കുന്നു, അല്ല മന്ത്രിയെ DFIക്കാർ രക്ഷപ്പെടുത്തും എന്നൊക്കെ പറയുന്നു. ഇന്നത്തെ പത്രവാർത്തയാണ്. കാരണം മന്ത്രിയുടെ വീട്ടിലൊക്കെ യൂത്ത് കോൺഗ്രസ്സുകാരൊക്കെ പോയി എന്തോ ബുദ്ധിമുട്ടുകളൊക്കെ കാണിച്ച് തടസ്സങ്ങളുണ്ടായപ്പോൾ അതിൽ ഏറ്റവും ദുഃഖകരമായ കാര്യം അവിടെ പോലീസിനെ അയച്ചതാകെ 2 പോലീസുകാരാണ് അവിടെ ഉണ്ടായില്ല. അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? പാവം പോലീസും മടുത്തു. കാരണം ഈ പോലീസിനെ ഇപ്പോൾ തല്ലാൻ തുടങ്ങി. പോലീസിനെ തല്ലുന്ന പാർട്ടിക്കാർ, ആ പാർട്ടിക്കാർക്ക് എന്ത് വേണമെന്നുള്ള ഭരണപക്ഷം തീരുമാനം അതാണ് നടക്കുന്നത്. അപ്പോൾ പോലീസുകാരിപ്പോൾ മടുത്തിരിക്കുകയാണ്. അവർക്കും ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നു. കാരണം അവരുടെ ജീവിതത്തിനും ഒരു സുരക്ഷിതമില്ലാത്ത ഒരു ലെവലാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ കത്രിക വലിയ വിവാദമായിരിക്കുകയാണ്. പിന്നെ കത്രിക ഇപ്പോൾ ആ കത്രിക തൊണ്ടി മുതലായി സൂക്ഷിക്കുമെന്നാണ് പറയപ്പെടുന്നത്. ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മുടെ കേരളീയർ അവർ മറന്നിട്ടില്ല. പണ്ട് ആരുടെയോ ഒരു ശരിക്കുള്ള ജെട്ടിയെ മാറ്റി മറ്റൊരു ജെട്ടിയെ ഇവിടെ കാണിച്ച് കേസ് പറഞ്ഞ ബിരുദന്മാർ ഇവിടെ ഉണ്ട്.
അപ്പോൾ ഈ തൊണ്ടി മുതൽ ഏത് സമയത്തും അടിച്ചു മാറ്റാൻ കഴിവുള്ള കാട്ടുകള്ളന്മാർ ഇവിടെ ഉണ്ടെന്ന് കൂടെ ഓർക്കണം. അപ്പോൾ ആ തൊണ്ടി അവസാനം ആ തൊണ്ടി മുതലായിട്ട് കൊണ്ടുവരുന്ന കത്രിയ മറ്റൊരു കത്രിയ ആയി പോകാതിരിക്കാൻ ഒന്ന് ശ്രമിച്ചാൽ അത് ആദ്യമൊക്കെ അവർ രക്ഷപ്പെടണം. പിന്നെ അവസാനം അന്ന് ഈ ജട്ടി നേതാവിന് സംഭവിച്ചത് ഇനി ഇവർക്ക് കുറച്ച് കഴിഞ്ഞ് സംഭവിക്കുകയായിരിക്കും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ പത്രം എടുക്കാൻ വയ്യ, മൊത്തം പരസ്യങ്ങളുടെ കലവറയാണ്. കോടാനുകൂടി പ്രോജക്റ്റ്, എന്തൊക്കെയോ പ്രോജക്റ്റുകളാണ് വരാമെന്നറിയില്ല. അയ്യോ, അത് ഒരു ഇതുമില്ല. കാരണം പത്രക്കാർക്കാണെങ്കിൽ നല്ല കോളാണ്. ഏറ്റവും കൂടുതൽ നല്ല ബിസിനസ്സും നല്ല കോടികൾ ഉണ്ടാക്കുന്ന പത്രക്കാരാണ്. അവർ രാവിലെ ചെയ്യുന്ന നല്ല ചൂടുള്ള വാർത്ത അങ്ങോട്ടും കുറേ ഫോട്ടോ എടുത്തേക്ക് ദിവസം കാണുന്ന ഫോട്ടോകളായിരുന്നു. കാണുമ്പോൾ തന്നെ ബുദ്ധിമുട്ട് തോന്നുകയാണ്. നിവൃത്തിയില്ല. അത് പത്രക്കാരും കിട്ടും. അത് കുറച്ചുകൂടെ വലിയ ഫോട്ടോ കാണിക്കും. പിന്നെ പണ്ട് ചെറുപ്പത്തിലുണ്ടായിരുന്ന ചിരിച്ചുകൊണ്ടിരുന്ന ഫോട്ടോകളൊക്കെ ഇടയ്ക്കൊക്കെ കാണിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇപ്പോഴുള്ള ഫോട്ടോയ്ക്കൊന്നും ഇതാണ്. പിന്നെ സംഭവിക്കാൻ പോണത് ഈ പാവം ഈ അണികളാണ്. കഷ്ടമുണ്ട് അവർക്കിപ്പോൾ. എന്തായാലും അറിയുമ്പോൾ ഒരു പക്ഷേ ഈ ഭരണം മാറിക്കിട്ടി അടുത്ത സമരത്തിൻ്റെ ഒരു ഇതായിരിക്കും. അപ്പോൾ അതിലുള്ള നേതാക്കന്മാരെല്ലാം ഒന്ന് സൂചിപ്പിച്ചെല്ലാം വെച്ചേക്കട, അടുത്ത തവണ ഇത് വരും, നമുക്കൊന്ന് സമരം ഉഷാറാക്കുക. ആ ഒരു ഉഷാറാണ് അവർ. കാര്യം നേതാക്കന്മാർ ഉഷാറായി മതിയല്ലോ, അണികളെ അവർ കൂട്ടിക്കൊണ്ട് പോയിക്കോളൂ. പിന്നെ അതിന് കുറച്ച് ഉഷാറിന് വേണ്ടിയാണ് ഇപ്പോൾ 2 മണിക്കൂർ കൂട്ടി കൊടുത്തെന്ന ജനങ്ങൾ പറയുന്നത്. കള്ളു വേണ്ട ഇത്തിരി സമരമൊക്കെ ചെയ്ത് ക്ഷീണം മാറ്റാൻ വേണ്ടി 2 മണിക്കൂർ ബാർ നീട്ടി കൊടുത്തു സമയം. അപ്പോൾ അതും ഒരു നേട്ടം തന്നെയാണ്. ഇത് വെറുതെ ഒന്നുമല്ല, അതിൻ്റെ എന്തെങ്കിലും നേട്ടങ്ങളൊക്കെ ഉള്ള കാര്യങ്ങളാണ് ഈ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് കാത്തിരുന്ന് കാണാം. കേരളത്തിൻ്റെ ഈ ഇപ്പോൾ വന്ന ഡോക്ടർമാരും സമരത്തിൽ ശരിക്കുള്ള ഒരു ഇതൊന്നും കണ്ടെത്താൻ പറ്റിയില്ല. പാവം ഇപ്പോൾ വന്ന് ആരോഗ്യമന്ത്രി തനിച്ചായ കൂട്ടാണ്. ഇതിന് കുഴപ്പമില്ല. ഇന്നലെ അവർ പറഞ്ഞു കഴിഞ്ഞു, എനിക്ക് പോലീസിൻ്റെ ആവശ്യമില്ല, പാർട്ടിക്കാർ നോക്കിയുള്ളൂ. അതാണ് എൻ്റെ ഗുഡൻസ്. അവർ നോക്കട്ടെ, നല്ല രീതിയിൽ എല്ലാ കാര്യങ്ങളും നടക്കട്ടെ. ആരോഗ്യമന്ത്രി ആരോഗ്യവതിയായിരിക്കട്ടെ. പിന്നെ മറ്റുള്ളവരും എന്താ പറയുക, നമ്മുടെ പദ്ധതികളുടെ ഇത് അങ്ങോട്ട് വരട്ടെ. അത് എപ്പോഴാണ് ഇലക്ഷൻ തീയതി നീട്ടുക അനൗൺസ്മെൻറ്റ് ചെയ്യാമെന്നറിയാം. അതിനു മുമ്പ് മാക്സിമം ഉള്ള എല്ലാം അങ്ങോട്ട് എടുക്കുന്ന ആയുധങ്ങളെല്ലാം പത്രത്തിലും പരസ്യത്തിൽ കൂടെയും മനുഷ്യനെ എന്നൊന്ന് പ്രകല്പം കൊള്ളിപ്പിക്കുക. അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നടത്തട്ടെ. എന്തായിരുന്നാലും കാത്തിരുന്ന് കാണാം. എല്ലാത്തിനും ഒരു അവസാനം കാണുമല്ലോ. അവിടെ ട്രംപെണ്ണം കാണിക്കുന്ന ഈ പേക്കൂത്തും ഇവിടെ പലരും കാണിക്കുന്ന പേക്കൂത്തും എല്ലാം കാണേണ്ട നമ്മൾ ജനങ്ങൾ കാണാൻ. വീണ്ടും ഈ നമുക്ക് വാർത്തകളായി പറയാനോ എല്ലാം പഴയ അതേ വാർത്തകൾ തന്നെ, പുതിയതായിട്ട് ഒന്നുമില്ല, പറയാനൊന്നും ഇവിടെ ഇല്ല, നടക്കുന്നില്ല. പക്ഷേ മറ്റേതെങ്കിലും ഒരു പുതിയ വാർത്ത കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് കാണാം വീണ്ടും. താങ്ക് യു.